അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാവങ്ങളൊക്കെ ഒന്നോർത്തു നോക്ക്. ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തതൊക്കെ ഒന്നോർത്തു നോക്ക്. അല്ലാഹ് ആരോടും പറയാതെ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും പരസ്യപ്പെടുത്താതെ റബ്ബിങ്ങനെ മറച്ചുകൊണ്ട് നടക്കുന്നല്ലോ. നിന്റെ ഭാര്യ ഓർത്തിട്ട്, നിന്റെ മക്കളെ ഓർത്തിട്ട് നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ട് അള്ളാഹു നമ്മളെ ഇങ്ങനെ നാണം കെടുത്താതെ കൊണ്ട് നടക്കുമ്പോ എന്തേ ചിന്തിച്ചു നോക്കാത്തത്? പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെ വിടയും നീ കരയണേ. സിറാജ് ചെയ്തത് സിറാജ് ഓർക്കാം. നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് നിങ്ങൾ ഓർക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് കരാ. റസൂലുള്ള പറയുന്ന നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ കണ്ണുനീര് നിന്റെ കയ്യിൽ പിടിക്കും. ആ കണ്ണുനീര് നിന്റെ കയ്യിൽ പിടിക്കും. ഇനി അതിനും പറ്റുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ അവന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമങ്ങൾ, ആ കൺപീലിയിൽ ഒരു രോമം അല്ലാഹുവോട് പറയും, അല്ലാഹ് ഒരിക്കൽ ദുആ ചെയ്തപ്പോ, ഒരിക്കൽ വഅദ് കേട്ടപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ. ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ, ബാക്കിയുള്ള രോമങ്ങൾ നനഞ്ഞില്ല. ഒരേ ഒരു രോമം നനയുന്ന രീതിയിലാണ് നീ കരഞ്ഞതെങ്കിലും ആ രോമം പറയുമല്ലോ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം.